യെസ് എല്ലാവരും യെസ് ഗുഡ് മോർണിംഗ്. എടാ മെക്കാനിക്കലാരെ നിങ്ങൾ എന്താ ഇങ്ങനെ ഒരു റിപ്ലൈ ഇല്ലാണ്ട്? ഗുഡ് മോർണിംഗ് സർ. പറ പറ മറുപടി പറ പറ. നിങ്ങൾ എന്ത് ഗുഡ് മോർണിംഗ് സർ. ആ പോരട്ടെ. കേസ് ഒന്ന് ഉഷാറാവ്. കിടക്കെല്ലാം കിടന്നിട്ടെല്ലാം ഇങ്ങനെ നല്ല സുന്ദരമായിട്ടൊന്നും ഇങ്ങനെ ക്ലാസ് കേൾക്കേണ്ട കാര്യമില്ല. എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുക, ഒരു പേപ്പറിൽ എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിന്റെ പ്രോബ്ലത്തിലേക്ക് പോവാം. ഇന്നലെ ജനറൽ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈറ്റ്, നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ മുന്നോട്ടേക്ക് പോകുന്നത്. ഓക്കെ, യെസ്. അപ്പൊ പ്രോബ്ലം എടുത്തു. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ ആക്കി തരാം. പക്ഷെ ഇത് അപ്ലോഡ് ചെയ്യേണ്ട ഒരു 3 അവർക്ക് കഴിഞ്ഞിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ മാത്രമുള്ള നെറ്റ് ഉണ്ടാവുന്നില്ല. അപ്പൊ അതുകൊണ്ട് നവമീന്റെ ടൈമിൽ ഞാൻ ഏതാണ്ട് കണ്ടന്റ് എല്ലാം റെഡിയാക്കി വെക്കാം. എന്നിട്ട് ഞാൻ ഒരു സെപ്പറേറ്റ് ചാനലാക്കിയിട്ട് സംഗതി റെഡിയാക്കാം. അത് ഓർഡറിൽ ഞാൻ പറയുന്നതനുസരിച്ച് കണ്ടാൽ മതി. ഓക്കെ, തൽക്കാലം ഇപ്പൊ ഇങ്ങനെ അങ്ങ് പോട്ടെ. 2 ദിവസം കഴിഞ്ഞാൽ അവിടെ വീണ്ടും ലീവ് ആവുമല്ലോ. ഓക്കെ, കണ്ടന്റിലേക്ക് വരാം. 22, 23 തൊട്ട് ലീവില്ലേ? 3 ദിവസം ഉണ്ടെന്ന് തോന്നുന്നു. Okay, right. So I'm going to problem എടുക്കാം. Draw the shear force diagram. We'll go on. Draw the shear force diagram and the bending moment diagram. Draw the shear force diagram and bending moment diagram for a cantilever beam. For a cantilever beam subjected to a uniformly distributed load as shown in the figure. Okay, ഇതാണ് question. kilonewton per meter. Okay. Draw the shear force diagram and bending moment diagram. Draw the shear force diagram and bending moment diagram for the cantilever beam subjected to a uniformly distributed load. A uniformly distributed load as shown in the figure. Right. അല്ലേ? ഇത് ഞാൻ സോൾവ് ചെയ്യാം. അതിന്റെ കൺസെപ്റ്റും പറയാം. അടുത്ത പ്രോബ്ലം നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് നോക്കുക. വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അപ്പൊ എന്നോട് പോസ് ചെയ്യാൻ വേണ്ടി പറയാം. ഒന്നും മടിക്കണ്ട. ഓക്കെ, റൈറ്റ്. നൗ ടു സോൾവ് ദിസ് പ്രോബ്ലം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് മെയിൻ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാം അല്ലെ. സോ ഫസ്റ്റ് പോയിന്റ് എ ആൻഡ് എൻ പോയിന്റ് ബി ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഞാനിവിടെ സി പോയിന്റ് മാർക്ക് ചെയ്യാണ്. അതാണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് എൻഡ് ചെയ്യുന്ന പോയിന്റ്. റൈറ്റ്. ഓക്കെ, നമുക്ക് ഇനി ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് വരാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാനിവിടെ വരക്കാം. റൈറ്റ് സൈഡിൽ അതിന്റെ കാൽക്കുലേഷൻസ് ചെയ്യാം. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം നമുക്ക് ഇവിടെ പ്ലോട്ട് ചെയ്യാം. അപ്പൊ വീണ്ടും എഴുതണ്ടല്ലോ. റൈറ്റ്. ഓക്കെ, നമുക്ക് വിൽ സ്റ്റാർട്ട് വിത്ത് യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയാം. എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ പോവാം. റൈറ്റ്. ഓക്കെ, അപ്പോ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലോഡ് കൊടുക്കുന്നത് 2 kilonewton per meter എന്ന് വെച്ചാൽ ഒരു മീറ്ററിൽ 2 kilonewton ആയിരിക്കും അതിന്റെ ലോഡ്. മൊത്തം 2 മീറ്റർ ഉണ്ട്. ഓക്കെ, ഇതാണ് അതിന്റെ ബേസിക് ലോജിക്. ഓക്കെ, so we'll start with the shear force diagram. Now, as I said, while drawing your shear force diagram, you have to take section by section. Okay, so let us start with the last section, which is CB. Okay, so consider section CB. ഓക്കെ, അപ്പൊ സി ബി സെക്ഷനിൽ നമുക്ക് ഷിയർ ഫോഴ്സ് എടുക്കാം. ഷിയർ ഫോഴ്സ് അറ്റ് ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ് എന്നുള്ള രീതിയിൽ എടുക്കാം. ഷിയർ ഫോഴ്സ് അറ്റ് സെക്ഷൻ ബി, എനിക്കൊരു മറുപടി ഉത്തരങ്ങൾ വേണേ. അത് നിങ്ങൾ തെറ്റായിക്കോട്ടെ പറയാം. ഓക്കെ, ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്തായിരിക്കും? ഷിയർ ഫോഴ്സ് അറ്റ് ബി നമുക്കിനി ഇവിടെ ഒരു നമ്മൾ ഇന്നലെ ചെയ്ത സമയത്ത് ഒരു ആർബിട്രറി സെക്ഷൻ ഒക്കെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ,
അപ്പോൾ ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്തായിരിക്കും? ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്നുള്ള ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ ഷിയർ ഫോഴ്സ് എത്രയായിരിക്കും? പറഞ്ഞോ. ആ എത്രയായിരുന്നു? പറഞ്ഞോ, ആരോ പറഞ്ഞു. ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറയാം. 0 അല്ലെ? അറ്റ് ദ ഫ്രീ എൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0. ഷിയർ ഫോഴ്സ് അറ്റ് ദാറ്റ് എൻഡ് ഈസ് ഈക്വൽ ടു 0. കാരണം എന്താ? 2 kN പെർ മീറ്റർ ആണ്. ഇതുപോലെയാണ് വെയിറ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് മാറ്റി വരക്കുകയാണെങ്കിൽ, ഒരു യൂണിഫോമിന്റെ ഒരു ബീമിന്റെ മുകളിൽ ഇങ്ങനെ വരക്കുകയാണെങ്കിൽ, ഇങ്ങനെയാണ് യൂണിഫോമിന്റെ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് വരുന്നത്. മൊത്തം 2 മീറ്റർ ആണ്. നമുക്കിങ്ങനെ ഓരോ മീറ്റർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. 1 മീറ്റർ 1 മീറ്റർ. ഓക്കെ, എന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് മീറ്ററിലെ 1 മീറ്ററിലെ വെയിറ്റ് ആണ് എത്ര? 2 kN. അടുത്ത 2 മീറ്ററിൽ വരുന്നത് വീണ്ടും ഒരു 2 kN ആണ് അല്ലെ? ഇങ്ങനെയാണ് വെയിറ്റ് വരിക. ഇങ്ങനെയാണ് വെയിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആദ്യത്തെ ഇതിൽ 2 kN, അടുത്ത ഇതിൽ 2 kN. 2 kN പെർ മീറ്റർ. 1 മീറ്ററിൽ 2 kN ആണ് വെയിറ്റ് വരിക. നൗ നമ്മളോട് കാണാൻ പറഞ്ഞത്, ഞാനിപ്പോ പറഞ്ഞ ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്നുള്ള പോയിന്റിൽ ആക്ച്വലി അവിടെ വേറെ വെയിറ്റ് ഇല്ല. കാരണം അത് ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എന്താ പറയാ, ഡിസ്റ്റൻസ് 0 അല്ലെ? നമ്മൾ വെയിറ്റ് എടുക്കുന്ന എങ്ങനെയാ? 2 ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലേ? 2 ഇൻറ്റു എക്സ് ആണ് അവിടുത്തെ ഡിസ്റ്റൻസ് എടുക്കുക. എക്സ് വാല്യൂ 0. സോ അറ്റ് എൻഡ് പോയിന്റ് ബി യുവർ ഷിയർ ഫോഴ്സ് വാല്യൂ വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, ആ ലോജിക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. റൈറ്റ്. സോ അറ്റ് ഷിയർ ഫോഴ്സ് അറ്റ് ബി ഇസ് ഈക്വൽ ടു 0. നൗ ഷിയർ ഫോഴ്സ് അറ്റ് സി. ഷിയർ ഫോഴ്സ് അറ്റ് സി എന്ത് വരും? ഷിയർ ഫോഴ്സ് അറ്റ് സി, ഷിയർ ഫോഴ്സ് അറ്റ് സി പറഞ്ഞോ. യെസ്, എക്സാക്ട്ലി അല്ലെ? എന്താ? 2 kN പെർ മീറ്റർ ആണ്. സി വരെ എത്തുമ്പോൾ എന്ത് വേണം? നമ്മൾ ഇവിടുന്ന് വരികയാണ്, ലോഡ് കൂടി 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 ഫസ്റ്റ് ആദ്യത്തെ ഒരു മീറ്ററിൽ 2 kN ആണ്. സി എന്നുള്ള പോയിന്റിൽ എത്തുമ്പോൾ എത്രയായി? 4 kN ആയി. എങ്ങനെ? 2 ഇൻറ്റു 2. കാരണം സി എന്ന് പറയുമ്പോൾ മൈ ഡിസ്റ്റൻസ് അല്ലെ? ഈ ഡിസ്റ്റൻസ് എത്രയായി? 0 എന്ന് ഡിസ്റ്റൻസ് 2-ലെത്തി. ഓക്കെ, സോ യുവർ ഷിയർ ഫോഴ്സ് അറ്റ് സി ഇസ് ഈക്വൽ ടു 4 kN. റൈറ്റ്. നോ, ഇത് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവ് ആയിരിക്കും? As per the rule, positive. Right upward is negative, but this one is positive. Positive 4 kN. Right. Now I add the section like one for the section AC. Now, so for the final section AC, again shear force at C. എന്തായിരിക്കും shear force at C? C യിൽ വേറെ എന്തെങ്കിലും ലോഡ് ഉണ്ടോ? വേറെ ഒന്നുമില്ല അല്ലെ? So that means the same load തന്നെ വരും അല്ലെ? So that is equal to plus 4 kN is the shear force at C. Again, shear force at A എന്തായിരിക്കും? ഷിയർ ഫോഴ്സ് അറ്റ് എ. അതുവരെ വേറെ എന്തെങ്കിലും ലോഡ് ഉണ്ടോ? ഇതിന്റെ ഇടക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഷിയർ ഫോഴ്സ് അറ്റ് എ, സി കഴിഞ്ഞാൽ എ വരെ വേറെ എന്തെങ്കിലും ലോഡ് ഉണ്ടോ? ഒന്നുമില്ലല്ലോ. റൈറ്റ്. സോ ദാറ്റ് മീൻസ് ഷിയർ ഫോഴ്സ് അറ്റ് എ ഈസ് ഈക്വൽ ടു 4 kN. സോ ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, എല്ലാ പോയിന്റിലും ഷിയർ ഫോഴ്സ് കിട്ടി. നമുക്ക് ഇനി ഷിയർ ഫോഴ്സ് ഡയഗ്രം ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, ഇതാണ് എന്റെ ആക്സിസ്. എ, ബി and C are the 3 points. Right. Now, shear force at B, 0 ആയിരുന്നു. Shear force at C, 4 kN ആയിരുന്നു. 4 kN ആണ്. Shear force at A, same 4 kN ആണ്. Now, how will you join these points? അല്ലെ, ഇത് 4 kN, ഇതും 4 kN. ഇതെങ്ങനെ ജോയിൻ ചെയ്യും? You will join with a straight line. ഞാൻ പറഞ്ഞിട്ടുണ്ട്, when your load acting is a uniformly distributed load ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ, then your shear force diagram will be an inclined straight line അല്ലെ? ഒരു inclined straight line ആയിരിക്കും. ആൻഡ് അതിനുശേഷം ഇതിന് ശേഷം എന്താ, ഇവിടം വരെ ഒരു 4 kN, അതിനുശേഷം ആ 4 kN കോൺസ്റ്റന്റ് ആയിട്ടാണ് വരുന്നത്. ഇതിന്റെ ഇടയ്ക്ക് വേറെ ലോഡൊന്നും ഇല്ല. സോ അതിനുശേഷം there is a constant load. So this is your shear force diagram. Fine. Clear ആണോ? ഇതുവരെ ക്ലിയർ ആണോ എല്ലാവരും? ഓക്കെ, ഇനി നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് പോവാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ കേസിൽ അഗൈൻ നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് എടുത്താൽ മതി. ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി എന്തായിരിക്കും? ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ ഫ്രീ എൻഡ് വിൽ ഓൾവേസ് ബി ഈക്വൽ ടു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, 0 അല്ലെ? സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഫ്രീ എൻഡ് ഇസ് ഈക്വൽ ടു 0. നൗ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി, ഇവിടെ ശ്രദ്ധിച്ചെടുക്കണം. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എത്രയായിരിക്കും? ആണോ? ഒന്നുകൂടെ ആലോചിക്കുക. ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് എന്താ? ലോഡ് ഇൻറ്റു
ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലെ. ലോഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ടോട്ടൽ ലോഡ് എത്രയാണ്? അപ് ടു സി വരുന്ന സി വരെയുള്ള ടോട്ടൽ ലോഡ് എത്രയാണ്? സി വരെയുള്ള ടോട്ടൽ ലോഡ് എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് അല്ലേ അല്ലേ? എത്ര വരിക? പറഞ്ഞോ. 4 is the total load അല്ലേ? So 4 kilonewton is the total load into perpendicular distance. എത്രയായിരിക്കും perpendicular distance? എടുക്കണം. ഞാൻ പറഞ്ഞല്ലേ, ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആകുമ്പോൾ the load will be concentrated at the center of gravity അല്ലെ? അതിന്റെ സെന്റർ ഓഫ് മാസിലായിരിക്കും അതിന്റെ ലോഡ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ ദിസ് ഈസ് ദ സെന്റർ പോയിന്റ്. സോ ദാറ്റ് മീൻസ് സെന്റർ ഓഫ് പോയിന്റ് എന്നാണ് നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എടുക്കേണ്ടത്. ഓക്കെ, സോ ദിസ് ഈസ് യുവർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. മനസ്സിലായോ? ടോട്ടൽ ലോഡ് ഇതാണ്. ആ ലോഡിന്റെ ടോട്ടൽ വെയിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ഇതാണ്, അതിന്റെ സെന്റർ പോയിന്റ് ആണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിൽ. അപ്പൊ എന്ത് ചെയ്യാം? ദിസ് ഈസ് യുവർ സെന്റർ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ യുവർ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് 1 meter. കറക്റ്റ് അല്ലേ? into 1, so that is equal to 4 kilonewton meter. Clear അല്ലേ? Yes. And it is negative അല്ലെ? ഹോഗിങ് ആണ്, നെഗറ്റീവ് ആയിരിക്കും വാല്യൂ. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ക്ലിയർ ആയിട്ടേ പോകാവൂ. ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മുടെ കോളേജിൽ നിന്ന് ഒരു കുട്ടി പോലും ഇത് സാധാരണ തെറ്റിക്കാറില്ല ഇതിന്റെ. ഇപ്പം ഞാൻ മറ്റു സിലബസിന്റെ കാര്യം പറയുമ്പോഴും ഓവർ ഹാങ്ങിങ് ബീമാണ് നിങ്ങൾ സീനിയർ ബാച്ചിനൊക്കെ ചോദിക്കുന്നത്. ഓവർ ഹാങ്ങിങ് ബീം തന്നെ ഒരുവിധം എല്ലാവരും കറക്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പൊ 1-on-1 അല്ലാത്തതുകൊണ്ട് എനിക്ക് നിങ്ങൾ എന്ത് എഴുതുന്നു എന്ത് ചെയ്യുന്നു എന്നൊന്നും കാണാനുള്ള ഒരു വകുപ്പില്ല. അപ്പൊ നിങ്ങൾ തന്നെ സ്വയം നോക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാറുള്ളൂ. ഓക്കെ, ഇപ്പൊ ലോജിക്കൽ എവിടെയെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ആക്കിയിട്ട് പോവാം. Okay, so bending moment at C, that is minus 4 kilonewton meter. Okay, now again, bending moment at A. Bending moment at A. എത്ര വരാ? ആ കൂടെ ആക്ട് ചെയ്യുന്ന ലോഡ് യൂഡിയലിന്റെ ലോഡാണ്. Bending moment at A is equal to, again, concept is load into perpendicular distance തന്നെയാണ് അല്ലെ? ലോഡ് എത്ര വരാ? ടോട്ടൽ ലോഡ് എത്രയാണ്? ആ ബീമിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോഡ്. ഇതിൽ മൊത്തം ആക്ട് ചെയ്യുന്ന ലോഡ് എത്രയാണ്? 4 തന്നെയാണ് അല്ലെ? ഇതിനല്ലേ അവിടെ ആക്ട് ചെയ്യുന്ന ലോഡ്. This is the total load. Okay, then the perpendicular distance എത്രയായിരിക്കും? Load is 4 into perpendicular distance എത്രയായിരിക്കും? പറഞ്ഞോ. 2.5. 2.5. 4 into 4. ഒന്നുകൂടെ പറ. 4 into 4. 4 into 4 എക്സാക്ട്ലി അല്ലെ? എങ്ങനെയാ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എവിടെ എടുക്കേണ്ടത്? എ എന്നുള്ള ഡിസ്റ്റൻസ് വേണം എടുക്കാൻ അല്ലെ? ഞാൻ അന്ന് പറഞ്ഞതേപോലെ മറിച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ മറക്കുമ്പോൾ ഇവിടം വരെയാണ് നമ്മൾ മറക്കുക എന്ന് വെച്ചാൽ ടോട്ടൽ ലെങ്ത് ഉണ്ട് അല്ലെ? എന്ന് വെച്ചാൽ ഫ്രം എ ദ ഡിസ്റ്റൻസ് ടു ദിസ് സെന്റർ പോയിന്റ് അല്ലെ? ഇതിന്റെ ലോഡ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സെന്ററിലായിരിക്കും. സോ ഫ്രം എ ടു ദിസ് പോയിന്റ് എത്ര? 3 + 1 which is 4. Okay, so that is equal to 4 into 4 which is nothing but minus 16 kilonewton meter. Minus 16 kilonewton meter. Right. Now, the plot is bending moment at B is equal to 0. Bending moment at C is 4 kilonewton meter. Bending moment at A is 16 kilonewton meter. Now, again, ഇനിയാണ് നമ്മൾ അടുത്ത പ്രശ്നം വരാൻ പോകുന്നത്. എന്താ? ഇവിടെ ഒരു ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഇൻക്ലൈൻഡ് സ്ട്രെയിറ്റ് ലൈൻ ആകുമ്പോൾ ഇവിടെ ഒരു സെക്കൻഡ് ഡിഗ്രി കർവ് ആയിരിക്കും അല്ലെ? നമുക്കിനി നോക്കാം സെക്കൻഡ് ഡിഗ്രി കർവ് എങ്ങനെ പ്ലോട്ട് ചെയ്യാം. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇത് ക്ലിയർ ആവും. ഓക്കെ, സെക്കൻഡ് ഡിഗ്രി കർവ് ചെയ്യണം. അപ്പൊ ശ്രദ്ധിക്കാം, നമുക്ക് കൺസെപ്റ്റ് വെച്ചിട്ട് പോവാം. See, the shear force at B is equal to 0. Shear force at B is equal to 0. That means എന്തായിരിക്കണം? Slope of bending moment diagram at point B must be equal to 0. അല്ലെ? അതെങ്ങനെയാ? സ്ലോപ്പ് 0 ആണെങ്കിൽ എങ്ങനെയായിരിക്കണം? ടാൻജന്റ് ഇങ്ങനെ ആയിരിക്കണം. ഇങ്ങനെ ടാൻജന്റ് വരണമെങ്കിൽ എന്റെ കർവ് എങ്ങനെ തുടങ്ങണം? ഇങ്ങനെ തന്നെ തുടങ്ങണം അല്ലെ? ഇതേ ഒരു ഓപ്ഷൻ ഉള്ളൂ. It is a second degree curve curved in this way. Right. നമുക്ക് സെക്കൻഡ് പോയിന്റിൽ കാര്യം ചെക്ക് ചെയ്യാം. ഇവിടെ എന്താ? ഷിയർ ഫോഴ്സ് മാക്സിമം ആണ്. അപ്പൊ എന്തായിരിക്കണം? സ്ലോപ്പ് മാക്സിമം ആയിരിക്കണം. യെസ്, ഇവിടെ സ്ലോപ്പ് മാക്സിമം ആണ്. അഗൈൻ
join these 2 points. Okay, now this is your bending moment diagram for this problem. Clear or no? Yes, sir. ഓക്കെ, അത് നോട്ട് ചെയ്യാം. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കാം. അടുത്ത പ്രോബ്ലം പറയാം. എല്ലാവർക്കും ഓക്കെ ആണോ? എനിക്കൊരു റിപ്ലൈ വേണം. മെക്കാനിക്കലായിട്ട് എനർജി എല്ലാം പോയാ? മനസ്സിലായ എല്ലാവർക്കും? യെസ്, ബാക്കിയുള്ളവരെ ഓക്കെ. ഓക്കെ, നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. നമ്മൾ മൾട്ടിപ്പിൾ പ്രോബ്ലംസ് ചെയ്യണേ. ഒരുപാട് പ്രോബ്ലം ചെയ്താലൊന്നും നമ്മൾ പ്രോപ്പറായിട്ട് അതിന്റെ ഒരു കൺസെപ്റ്റ് കിട്ടില്ല. കൺസെപ്റ്റ് കിട്ടിയ ഏത് പ്രോബ്ലം വേണമെങ്കിലും ചെയ്യാം. അത് ഞാൻ വീണ്ടും 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 പറയാണ്. കൺസെപ്റ്റ് ഒന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഏത് പ്രോബ്ലം സുന്ദരമായിട്ട് ചെയ്തു പോവാം. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലം എടുക്കാം. നമുക്കൊരു കമ്പൈൻഡ്, നമുക്കൊരു എന്താണ്, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് പ്ലസ് പോയിന്റ് ലോഡ് വരുന്ന കണ്ടീഷനിലേക്ക് വരാം. Okay. So second problem. Okay. Consider a uniformly distributed load and a point load. 2 kilonewton. Let this be 3 kilonewton per meter. And let the distance be 2 meter, 2 meter, 3 meter. Okay, just on the try look. Let's try to solve this one. A, B, C, and D. Okay, draw the shear force. ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഷിയർ ഫോഴ്സ് വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കുക. എന്നിട്ട് അത് പ്ലോട്ട് ചെയ്യുക, എന്നിട്ട് നിർത്തിക്കോ. എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം.
കിട്ടിയോ? വാല്യൂസ് കിട്ടിയോ ആർക്കെങ്കിലും? കിട്ടിയോ? അപ്പൊ നിങ്ങൾ ചെയ്തില്ലേ? ബാക്കിയുള്ളവർ ഒന്ന് രണ്ട് പേര് മാത്രം മറുപടി അല്ല എനിക്ക് വേണ്ടത്. ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ? വിചാരിക്കുന്ന പോലെ ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് സാധനമല്ല. സുന്ദരമായിട്ട് എല്ലാ പിള്ളേരും ചെയ്ത് മാർക്ക് വാങ്ങുന്ന ഒരു സാധനമാണ്. ഇവിടെ പറഞ്ഞ് പഠിപ്പിക്കാനാണ് ടൈം എടുക്കുന്നത്. നമ്മൾ ഓൾറെഡി ബിഹൈൻഡ് ദ ഷെഡ്യൂൾ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്യാൻ സമയം തരുന്നത് അത് അവിടെ നിന്ന് നോക്കി ക്ലിയർ ആയി ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ആ രീതിയിൽ തന്നെ എടുക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. എറേഴ്സ് വന്നോട്ടെ, പ്രശ്നമല്ല. തെറ്റട്ടെ, നമുക്ക് റെഡിയാക്കാം. ഞാൻ പറയട്ടെ, തെറ്റിയ പ്രശ്നമില്ലല്ലോ. എന്താണോ ഒന്നുകൂടെ പറ. സർ പറയട്ടെ, SSD-യില് വാല്യൂസ് നമുക്ക് ചെക്ക് ചെയ്യാം. അത് ചെയ്യുമ്പോൾ നോക്കിയാൽ മതി, ക്രോസ് ചെക്ക് ചെയ്താൽ മതി. എല്ലാരും ആയോ? ആയോ? നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. എറേഴ്സ് ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെ നോട്ട് ചെയ്യുക. നിങ്ങളുടെ എറർ തിരുത്താൻ നോക്കുക. എന്താണ് മിസ്റ്റേക്ക് ഒരിക്കൽ വന്നാല് നല്ലതാണ്, പിന്നെ അത് വരില്ല. ഓക്കെ, സോ ഷിയർ ഫോഴ്സ് ഡയഗ്രാം നമുക്ക് തുടങ്ങാം. സോ അഗെയിൻ യു ഹാവ് ടു ടേക്ക് ഇറ്റ് സെക്ഷൻ ബൈ സെക്ഷൻ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഫോർ ദ സെക്ഷൻ DB കൺസിഡർ ചെയ്യാണ്. ഫോർ ദ സെക്ഷൻ DB, ഷിയർ ഫോഴ്സ് അറ്റ് B, ഷിയർ ഫോഴ്സ് അറ്റ് B is equal to എത്രയാണ്? ഷിയർ ഫോഴ്സ് അറ്റ് B എത്ര ഇടാ? B എത്രയാണ്? 0. അല്ലെ? കാരണം അവിടെ വേറെ ലോഡൊന്നുമില്ല. റൈറ്റ്. ഷിയർ ഫോഴ്സ് അറ്റ് D എത്ര വരാ? ഷിയർ ഫോഴ്സ് yes, exactly. ഇതിന്റെ മൊത്തം ലോഡ് വരും. That is equal to 9 kN. Correct. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? Positive. Yes, exactly. Now again, next section for CB, again shear force at D. Again shear force at D എത്ര വരാ? 9 തന്നെയാണ്. വേറെ ലോഡൊന്നും അവിടെ വരുന്നില്ല. നേരെ കുറച്ച് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. നേരെ കുറച്ച് ഈ ഡിയിൽ ഞാൻ ഒരു പോയിന്റ് ലോഡ് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഒരു പോയിന്റ് ലോഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോയിന്റ് ലോഡ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അങ്ങനത്തെ ആയിരിക്കും അടുത്ത പ്രോബ്ലം വരിക. അതുകൊണ്ട് പറയുന്നതാണ്. CD. Okay, sorry. CD. Okay. Now shear force at C എത്രയാണ്? 9 kN. Right, exactly. Now again for the section AC, now again shear force at C is equal to now 9 plus 2 11 kN. Right.
Now, that is constant up to A. Therefore, the shear force at A is equal to 11 kilonewton. That's it. Right. Now, നമുക്ക് ഇനി ഇത് ബേസ് ചെയ്തിട്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഷിയർ ഫോഴ്സ് at B is 0. ഷിയർ ഫോഴ്സ് at D it is 9 kilonewton. ഷിയർ ഫോഴ്സ് at 9 kilonewton. ഷിയർ ഫോഴ്സ് at C അതും 9 kilonewton തന്നെ. പക്ഷെ ആ പോയിന്റിൽ അടുത്ത സെക്ഷൻ വരുന്ന സമയത്ത് കൂടി 11 kilonewton-ആയി അത് ഇതുവരെ കോൺസ്റ്റന്റ് ആയിരിക്കും. റൈറ്റ്. അപ്പൊ ഇതിങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ഇതിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷിയർ ഫോഴ്സ് ഈസ് മാക്സിമം അറ്റ് ദ പോയിന്റ് എ. ഈ സെക്ഷനിലായിരിക്കും ഷിയർ ഫോഴ്സ് മാക്സിമം ഉണ്ടാവുക. സോ ദിസ് ഈസ് യുവർ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. നമ്മളിപ്പോ ആക്ച്വലി ചെയ്തത് വെച്ചാൽ ഇങ്ങനെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ മെറ്റീരിയലിന്റെ മുകളിൽ ഷിയറിംഗ് ഫോഴ്സ് ഇതാ ഇങ്ങനെയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. ഇവിടെ തൊട്ട് ഇവിടെ വരെ, ഇവിടെ ഇവിടെ കാര്യമായിട്ട് ഉണ്ടാവില്ല. അങ്ങനെ പതുക്കെ കൂടി 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 ഈ ഡി എന്നുള്ള പോലെ എത്തുമ്പോൾ കുറച്ച് നന്നായിട്ട് കൂടും. ഇവിടുന്ന് സി വരെ കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷെ സിയിൽ വീണ്ടും കൂടും. അത് ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക. ആക്ച്വലി നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയൊരു കാര്യമാണ്. നമ്മൾ ആ മെറ്റീരിയലിന്റെ ലോഡ് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൽ എങ്ങനെയായിരിക്കും ഷിയർ ഫോഴ്സ് വേരി ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ കണ്ടുപിടിച്ചത്. അത് ഡയഗ്രാമാറ്റിക്കലി ഗ്രാഫിക്കലി നിങ്ങൾ പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് പോവാം. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കിയേ, പെട്ടെന്ന് ചെയ്തോ, നമുക്ക് ചെക്ക് ചെയ്യാം. ബെൻഡിങ് മൊമെന്റ് അറ്റ് ഓൾ ദ പോയിന്റ്സ്. ഇത് കറക്റ്റ് ആണോ കിട്ടിയ? ആരെങ്കിലും പ്രശ്നം ഉണ്ടോ? രണ്ടൊക്കെ പറയണേ. ഓക്കെ, ഫൈൻ. സാർ, ഷിയർ ഫോഴ്സ് സി ഡി ഇല്ലേ, അതിൻ്റെ അകത്ത് എന്ത് നമ്മള് ആടുന്ന് തന്നെ 9 തന്നെ എടുക്കുന്നു, SFC സെക്ഷനിലല്ലേ? ആ, സി ഡി സെക്ഷനില് അവിടെ ഡി എന്നുള്ള സെക്ഷനിൽ നമുക്ക് 9 കിട്ടി അല്ലേ? അതുവരെ നമ്മൾ 9 കിലോമീറ്റർ ലോഡ് ഉണ്ട്. ഇനി നമ്മള് സിയിൽ എത്തുന്ന തൊട്ട് മുമ്പ് വരെ, സിയിൽ എത്തുന്നത് വരെ നമ്മുടെ കയ്യിലുള്ള ലോഡ് 9 കിലോമീറ്റർ തന്നെയാണ്. ഓക്കെ, സിയിൽ എത്തിയതിനു ശേഷം ഈ 2 കിലോമീറ്റർ ലാൻഡ് ആണ് എന്ന് വെച്ചാൽ ഈ 2 കിലോമീറ്ററിന്റെ എഫക്ട് എവിടെ ഉണ്ടാവുക? ഈ ഒരു പോർഷനിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിന് മുന്നോട്ടുള്ള പോർഷനിൽ അതിന്റെ ഒരു എഫക്ട് ഉണ്ടാവില്ല. റൈറ്റ്. അതുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തിയിട്ട്, കാരണം ഇതുവരെയും കോൺസ്റ്റന്റ് ആയിട്ട് 9 മാത്രമേ ഉള്ളൂ. നമുക്ക് അതാണ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഒരാള് ഈ വെയിറ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് നടന്നു പോകുന്നേ വിചാരിക്കാം. ഒരാള് ഇങ്ങനെ നടന്നു പോകണം. ഓക്കെ, അപ്പൊ ഇവിടുന്ന് ആദ്യത്തെ ഒരു കല്ലെടുത്തു, രണ്ടാമത്തെ എടുത്തു, അങ്ങനെ ഇൻക്രീസിങ് ആയിട്ട് ഇവിടെ എത്തി. പിന്നെ ആളുടെ കയ്യിൽ 9 കിലോമീറ്റർ ആണ്. ആ 9 കിലോമീറ്റർ വെയിറ്റും കൊണ്ട് മൂപ്പര് നടന്ന് സി എന്നുള്ള പോയിന്റിൽ എത്തി. സി എന്നുള്ള പോയിന്റിൽ എത്തുമ്പോഴും പുള്ളിയുടെ കയ്യിലുള്ളത് എത്രയാ? 9 കിലോമീറ്റർ ആണ്. അത് എപ്പോഴാണ് 11 ആവുക? ഈ 2 കിലോമീറ്റർ ലോഡ് അവിടെ നിന്ന് എടുക്കുമ്പോഴാണ് 11 ആവുക. ഓക്കെ, അപ്പൊ അതിനുശേഷമാണ് ഈ 2 കിലോമീറ്റർ നമ്മൾ അതിന്റെ എഫക്ട് അവിടെ വരിക. അതാണ് ക്ലിയർ ആണോ? സോ അപ് ടു സി എന്നുള്ളതാണ് കൺസെപ്റ്റ്. സി ഡി എന്നുള്ള സെക്ഷൻ എടുക്കുമ്പോൾ ഷിയർ ഫോഴ്സ് അപ് ടു സി കൺസിഡർ ചെയ്യല. അടുത്ത സെക്ഷൻ എടുക്കുമ്പോഴാണ് ഷിയർ ഫോഴ്സ് അറ്റ് സി എടുക്കേണ്ടത്. ഓക്കെ, ഇത് അപ് ടു സി. ബെൻഡിങ് മൊമെന്റ് എടുക്കുന്ന സമയത്ത് യു ക്യാൻ ടേക്ക് പോയിന്റ് ബൈ പോയിന്റ്. കഴിഞ്ഞോ? നോക്കാം. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി എത്രയായിരുന്നു? 0. എക്സാക്ട്ലി. നൗ ബെൻഡിങ് മൊമെന്റ്, അത് കണ്ണടിച്ച് എഴുതാം, ഫ്രീ ഹാൻഡിൽ 0 ആയിരിക്കും. ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി -9. നോക്കാം. -9 അല്ലല്ലോ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നോക്കാം. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? -3 × 1.5 3 × 1.5 അല്ല,
നിങ്ങൾ ഏതായാലും കുറച്ച് പേർക്ക് ഓരോ നിങ്ങളൊരു ലോജിക്ക് ചിന്തിച്ച് കിട്ടിയിട്ടുണ്ടാവും. നമുക്ക് നോക്കാം നമ്മൾ എങ്ങനെ ചിന്തിക്കേണ്ടതെന്ന് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ സി ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഇസ് നത്തിങ് ബട്ട് ലോഡ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ടോട്ടൽ ലോഡ് എടുക്കണം അല്ലെ. അപ്പൊ ഡി എന്നുള്ള പോയിന്റ് എടുക്കുമ്പോൾ നമ്മൾ ഇവിടുന്ന് വരികയാണ്, ഡി വരെയുള്ള ടോട്ടൽ ലോഡ് എടുക്കണം എന്ന് വെച്ചാൽ ഈ കംപ്ലീറ്റ് ഷെയ്ഡഡ് റീജിയൻ. ഓക്കെ, കംപ്ലീറ്റ് ഷെയ്ഡഡ് റീജിയൻ ആണ് അവിടുത്തെ ടോട്ടൽ ലോഡ് അല്ലെ. എന്ന് വെച്ചാൽ എന്താ 3 into 3 which is 9 kilonewton ആണ് അവിടുത്തെ ടോട്ടൽ ലോഡ് അല്ലെ. Now this load is acting at the center അല്ലെ, it is acting at the center. So now your perpendicular distance is this one. ഇതാണ് perpendicular distance which is nothing but 3/2 1.5 അല്ലെ. So your bending moment at D is equal to 9 into 1.5 എന്ന് കിട്ടും. എത്ര വരിക? 13.5. 13.5 ആണോ? ഇതാണ് കിട്ടിയ? അല്ല സർ, അതിപ്പം ക്ലിയർ ആയോ? തെറ്റുന്നത് പ്രശ്നമില്ല, അത് ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? That is minus 13.5. ക്ലിയർ ആണോ എല്ലാവർക്കും? മിസ്റ്റേക്ക് എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഓക്കെ. മൈനസ് 13.5 കിലോ ന്യൂട്ടൺ മീറ്റർ. അങ്ങനെയാണെങ്കിൽ അടുത്ത സി എന്നുള്ള പോലെ ഒന്ന് ചെയ്തോ, ഒരു 2 മിനിറ്റ് എടുത്തോ, ചെയ്തോ. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഇതുപോലെ ശ്രദ്ധിക്കുക. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഞാൻ ഈ പറയുന്ന പോലെ തന്നെ നോക്കുക. നിങ്ങൾ ഒരു കടലാസ് എങ്ങാനും എടുത്തിട്ട് ബാക്കിയുള്ള പോർഷൻ കവറപ്പ് ചെയ്യാം. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അറ്റ് സി കാണുമ്പോൾ ഈ എ ടു സി എന്നുള്ള പോർഷൻ ഒന്ന് കവറപ്പ് ചെയ്യാം. എന്നിട്ട് സി വരെ റൈറ്റ് സൈഡിൽ നിന്ന് ആക്ട് ചെയ്യുന്ന ലോഡ് എത്രയാന്ന് നോക്കുക, ലോഡിന്റെ മൊമെന്റ് എത്രയാന്ന് നോക്കുക. അത്രേ ചെയ്യണ്ടു. ഓക്കെ, അതുവരെ ഒരു പേപ്പറോ കയ്യോ അങ്ങനെ വെച്ചിട്ടൊന്ന് കവറപ്പ് ചെയ്യുക. എന്നിട്ട് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടും. ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. C 31.5 നോക്കാം. ഓക്കെ, സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഈ റൈറ്റ് സൈഡ് ഇവിടെ കവറപ്പ് ചെയ്തിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഒരു ലോഡ് മാത്രമേ ഉള്ളൂ, വേറെ ലോഡൊന്നും വരുന്നില്ല. അപ്പൊ നോക്കാം. സോ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് അഗൈൻ ലോഡ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് തന്നെയാണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ലോഡ് എത്രയാ? സെയിം ലോഡാണ്. എത്ര? 3 into 3 9 ആണ്. ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിലാണ് മാറ്റം വരിക. എന്ത് വരും? എത്ര പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്? 3.5 ആയിരിക്കും. ഈ പോയിന്റ് നിന്ന് ഈ സെന്റർ പോയിന്റ് വരെ. So that is equal to 3.5. Ready? 20. Okay, 31.5 minus 31.5 kilonewton meter. Right. Now again, last point, bending moment at A. So bending moment at A. Bending moment at A എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു ലോഡല്ല, 2 ലോഡിന്റെ എഫക്ട് വരും A എന്നുള്ള പോയിന്റിൽ. അതിനോട് 2 കിലോന്യൂട്ടൺ വരുന്നുണ്ട്, ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടർ ലോഡ് വരുന്നുണ്ട്. ചെയ്ത് നോക്കി. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, സോ ബെൻഡിങ് മൊമെന്റ് എ എന്ന് പറയുമ്പോൾ ഓക്കെ ഒന്ന് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിനെ കൊണ്ട് ഉണ്ടാകുന്ന ഒരു മൊമെന്റ് ഉണ്ട്. എത്ര? 9 ആണ് ടോട്ടൽ ലോഡ്. ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എവിടുന്ന്? ഈ സെന്റർ പോയിന്റ് നിന്ന് എ വരെയുള്ള ഡിസ്റ്റൻസ് വേണം എടുക്കാൻ അല്ലെ. എത്ര? 2 2 4 5.5 വരും അല്ലെ. 9 into 5.5 പ്ലസ് എത്ര വരാ? 2 കിലോ ന്യൂട്ടൺ കൊണ്ടും ഇവിടെ ഒരു ബെൻഡിങ് മൊമെന്റ് ഉണ്ടാകുന്നുണ്ട്. 2 into this perpendicular distance എത്ര? 2 into 2. 2 into 2. Right. Solve ചെയ്താല് bending moment at A is equal to എത്ര കിട്ടും? 9 into 5.5 plus 4. Yes. So 9 into 5.5 അല്ലേ?
53.5, right? 53.5, that is negative value. Whole negative ആണ്. Minus 53.5, right? ഇതാണ് വാല്യൂ വരിക, റൈറ്റ്? നമുക്ക് ഇത് ജോയിൻ ചെയ്യാം, പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി 0 ആണ്. ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി മൈനസ് 13.5 ആണ്. കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, കിലോ ന്യൂട്ടൺ മീറ്റർ യൂണിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എത്ര? 31.5 കിലോ ന്യൂട്ടൺ മീറ്റർ. ഇത് പറയുമ്പോഴാണ് നിങ്ങളെ യൂണിവേഴ്സിറ്റി നിങ്ങളെ സീരീസ് എക്സാമിൽ ഒരുപാട് പേര് യൂണിറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. അതുപോലെ ശ്രദ്ധിക്കണേ നീ. ബെൻഡിങ് മൊമെന്റ് അറ്റ് എ ദാറ്റ് ഈസ് 53.5 കിലോ ന്യൂട്ടൺ മീറ്റർ. ഓക്കെ, നൗ നമുക്ക് ഇതിനെ ജോയിൻ ചെയ്യാം. ഓക്കെ, ജോയിൻ ചെയ്യേണ്ട സമയത്ത് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് റീജിയൻ P to D എന്നുള്ള റീജിയനിൽ എന്താ വരിക? അതൊരു ഇൻക്ലൈൻഡ് സ്ട്രേറ്റ്. ഒന്ന് ജോയിൻ ചെയ്തേ, ഒന്ന് വരച്ചു നോക്കിയാൽ നമുക്ക് ചെക്ക് ചെയ്യാം എങ്ങനത്തെ കർവാണ് വരിക എന്ന് നോക്കിയിട്ട് ഒന്ന് വരക്കാം. കഴിഞ്ഞോ? Right. So you can join this. Yeah, first case ഇവിടെ shear force is equal to 0 എന്ന് വെച്ചാൽ at B the slope of your bending moment diagram must be 0. Slope 0 ആണെങ്കിൽ along x-axis ആയിരിക്കണം, അല്ലെ? Along x-axis ആയിരിക്കണം എന്ന് വെച്ചാൽ only option is this one. So this is the curve. ഇങ്ങനെയാണ് കിട്ടിയത്. അതിനുശേഷം കോൺസ്റ്റന്റ് ആണ്. So that means it's an inclined straight line. That is an inclined straight line. ഓക്കെ, ഇതുപോലെ തന്നെ വരക്കണം സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത്. കാരണം ആക്ച്വലി ഇതിന്റെ മൊത്തം ഏരിയ ക്കെല്ലാം ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലേ? ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാല് ഓക്കെ അല്ലേ? സ്ലോപ്പ് ഓഫ് ഷിയർ ഫോഴ്സ് ഡയഗ്രാം is maximum and this is the variation. Now this is your bending moment diagram. Always finally നിങ്ങളെ ആൻസർ ഇതുപോലെ റെപ്രസെന്റ് ചെയ്യണം. അതിന്റെ സ്ട്രെയിറ്റ് ലൈനിലായിട്ട് ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രാം, വാല്യൂസ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് വാല്യൂ. ക്ലിയർ ആണോ? Yes, sir. രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ തരാം, നിർബന്ധമായിട്ടും ചെയ്യാം. നാളത്തേക്ക് ചെയ്യണം. നമ്മൾ നാളെ ജസ്റ്റ് ആൻസർ ചെക്ക് ചെയ്യും. പിന്നെ യൂണിഫോമിൽ വാരിയിങ് ലോഡ് ഉണ്ട്. പിന്നെ ഇതേ കംപ്ലീറ്റ് സാധനങ്ങൾ സിംപ്ലി സപ്പോർട്ട് ബീമിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ശരിക്കും ഇത്രയും പ്രോബ്ലം ക്ലാസ് ചെയ്യാതെ പോയാൽ നിങ്ങൾ പെടും. അതാണെങ്കിൽ ഒരു പ്രശ്നം വരുന്നത്. ആസ് പെർ സിലബസ് ഇനി 3 അവർ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ വരുന്നത് അവർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ പോയാലും ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട്. പറ്റാവുന്നത്രയും പ്രോബ്ലം ചെയ്യുന്നു. ഓക്കെ, പ്രോബ്ലം തരാം, ഇപ്പൊ തന്നെ തരാം.